കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാവുക എന്നത് അദ്ദേഹത്തിന് ഇത്രയും കാലം MLA ആയിട്ട് പോലും സാധിച്ചിട്ടില്ല. വർഗ ഭോജന സംഘടനകളിലോ അതിൻ്റെ ഭാരവാഹിയായോ അദ്ദേഹം ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടുമില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും തുടർന്ന് ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായി മാറുകയും ചെയ്ത അദ്ദേഹം CPIM-ൻ്റെ പാർലമെൻ്ററി പാർട്ടി അംഗം എന്ന നിലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. CPIM-ൻ്റെ രാഷ്ട്രീയവുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട വേദികളിലൊന്നും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ പ്രവർത്തനത്തെക്കുറിച്ചോ അതിൻ്റെ സംഘടനാപരമായ രീതിയെക്കുറിച്ചോ പാർട്ടി നയങ്ങളെക്കുറിച്ചോ വ്യക്തമായ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ നയം ആകെ വിശദീകരിക്കാനൊന്നും ഇതുപോലുള്ളൊരു പത്രസമ്മേളനത്തിൽ സാധിക്കുന്നതെല്ലാം തെരഞ്ഞെടുപ്പുമായി മത്സരിക്കുന്ന സന്ദർഭത്തിൽ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ മുമ്പിൽ വെച്ച് വോട്ട് അഭ്യർത്ഥിക്കുക എന്ന സമീപനം സ്വീകരിക്കുന്നത്. പാർട്ടിക്ക് പാർലമെൻ്ററി പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. എന്നാൽ പാർലമെൻ്ററി പ്രവർത്തനത്തോടൊപ്പം തന്നെ ജനങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ജനകീയ പോരാട്ടങ്ങളും സമരങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നേറ്റത്തിന് ശ്രമിക്കുന്നത്.